കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. വീടിന് തീപിടിച്ച് ഉറങ്ങിക്കിടന്നയാൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റ് മരിച്ചു. കാളികാവ് പൂങ്ങോട് മിച്ചഭൂമിയിലെ ചെമ്പ്രപ്പറമ്പിൽ രാജുവാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 1 മണിക്ക് ശേഷമാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റതിനാൽ രാജുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. അപ്പൊ വെള്ളം കൊണ്ട് കെടുത്തുണ്ട്. തീയും വെളിച്ചവും കണ്ട് പുറത്തിറങ്ങിയ നാട്ടുകാരാണ് തീയണച്ചത്. തിരുവാലിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘവും എത്തിയിരുന്നു. ഉണക്കുന്നതിനു വേണ്ടി വീട്ടിലെ അടുപ്പിന് മുകളിൽ വിറക് വെച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്നതാണ് നിഗമനം. ഇന്നലെ രാത്രി ഒരു 12:30 മണിക്ക് അവിടുത്തെ പൊതുപ്രവർത്തകനായ യൂസുഫ് എന്ന് പറഞ്ഞ സുഹൃത്താണ് എന്നെ വിളിച്ചത്. ഇങ്ങനെ തീ കത്തിയിട്ടുണ്ട്, പെട്ടെന്ന് ഓടി വരണമെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് ചെന്ന് പിന്നെ പോലീസിനെ വിളിച്ചു, ഫയർഫോഴ്സിനെ വിളിച്ചു. പിന്നെ നാട്ടുകാർ ഓടിക്കൂടിയിട്ടുണ്ട്. നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി, തീ അണക്കാനുള്ള ശ്രമം നടത്തി. നാട്ടുകാരാണ് തീ അണച്ചത്. പൂർണ്ണമായി കത്തി തീർന്നിരുന്നു. ഇയാൾക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു ശരീരത്തിൻ്റെ ഏതാണ്ട് ഭാഗങ്ങളൊക്കെ പൊള്ളിയിട്ടുണ്ട്. പിന്നെ കാളികാവ് പോലീസ് സ്ഥലത്തെത്തി സന്ദർശിച്ചു. നാട്ടുകാർ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി മഞ്ചേരിയിലേക്ക് കൊണ്ടുപോയപ്പോൾ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് റെഫർ ചെയ്യാനാണ് പറഞ്ഞത്. ഇയാൾ വളരെ കാലങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. കുടകിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ചെവി കേൾക്കൂല. അങ്ങനെ പിന്നെ ഒറ്റക്കാണ് താമസിക്കുന്നത്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഏതാണ്ട് വീട് പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ഇയാൾ കിടന്നിരുന്ന മുറിയുടെ മേൽക്കൂര കത്തിയമർന്ന് കട്ടിലിൽ വീണ നിലയിലാണ്. ആളുകൾ ഓടിക്കൂടിയപ്പോൾ വീട്ടുമുറ്റത്ത് വീണ് കിടക്കുകയായിരുന്നു. സുമാറ് രാത്രി ആണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. രാത്രി കൃത്യസമയം പറയാൻ കഴിയില്ല. ഏകദേശം ഒരു 12 മണിക്ക് ശേഷം 2 മണിയുടെ ഉള്ളിലായിട്ടാണ് കേട്ടത്. ഞാൻ ഇപ്പോൾ രാവിലെ കാലത്ത് വീട്ടിൽ നിന്ന് എണീക്കുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. എണീച്ച് കുളിച്ച് വന്ന് പത്രം എടുക്കാൻ പോകുമ്പോഴാണ് ഭാര്യ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട്. നന്മ ഗ്രൂപ്പിലോ ഇവിടുത്തെ പ്രാദേശിക ഗ്രൂപ്പിൽ ഇങ്ങനെ നമ്മളെ വിവരങ്ങളാണ് ഗ്രൂപ്പിൽ ഇങ്ങനെ വിവരം അറിയുന്നതായിട്ട്. അയാളുടെ ദേഹം ഒരു 75% പൊള്ളലേറ്റതായിട്ടാണ്. കൂലിപ്പണിക്കാരനായ രാജു നേരത്തെ കുടകിൽ നിന്ന് പൂങ്ങോട്ട് താമസമാക്കിയതാണ്. ഭാര്യ നേരത്തെ ഒഴിവായി പോയതിനാൽ ഏറെ നാളായി ഒറ്റയ്ക്കാണ് താമസം. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ, അൽഫാം, അറേബ്യൻ ചിക്കൻ മന്തി, മസാല ഷവായകൾ, വിവിധ തരം ഷവർമകൾ, ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങി നിങ്ങളുടെ ആഘോഷവേളകൾക്ക് വേണ്ട കേക്കുകൾ ഉൾപ്പെടെ എല്ലാം അത്യാധുനിക സൗകര്യങ്ങളിൽ. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.